Good evening. So today we are going to check the chapter 13, the tiger in the tunnel. Tiger in the tunnel means, tunnel, tunnel means ഒരു തുരങ്കം അല്ലെ, ഒരു വസ്തുവിന്റെ മീൻസ് ഒരു കംപ്ലീറ്റ് ഡാർക്ക് ആയിരിക്കും അതിനകത്ത്. അതിനകത്തേക്ക് അതിലൂടെ ഈ തുരങ്കത്തിലൂടെയൊക്കെയാണ് നോർമലി നമ്മുടെ ട്രെയിനൊക്കെ പാസ് ചെയ്യുന്നത് അല്ലെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇത്തരത്തിലുള്ള തുരങ്കത്തിന്റെ ഉള്ളിൽ ദ ടൈഗർ, അതിനകത്തുള്ള ടൈഗറിനെ കുറിച്ച്. അപ്പൊ അതിനകത്ത് ടൈഗർ എങ്ങനെ വന്നു, അപ്പൊ തുരങ്കം എവിടെയാണുള്ളത്, ഈ ടണൽ എവിടെയാണുള്ളത്, ഈ ടൈഗറിന് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഈ ടൈഗർ മറ്റുള്ളവരെ എന്ത് ചെയ്തു, ടൈഗർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ. The night is dark and silent. A young boy and his father are alone in a hut in the middle of the jungle. അപ്പൊ നോർമലി ഇത്തരത്തിലുള്ള തുരങ്കങ്ങളൊക്കെ ടണലുകളൊക്കെ ഉണ്ടാകുന്നത് കാട്ടിലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഉള്ളോട്ടുള്ള ഏരിയകളിലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കഥ നടക്കുന്നത് ഒരു ജംഗിളിനകത്താണ്, ഒരു കാട്ടിനകത്താണ്. അപ്പോൾ കാടിന്റെ നടുക്ക് ഒരു ചെറിയ ഹട്ടിലാണ് ഒരു അച്ഛനും ഒരു മോനും താമസിക്കുന്നത്. സൂൺ ദ ഫാദർ ലീവ്സ് ഹിസ് സൺ അലോൺ. പിന്നീട് അച്ഛൻ മകനെ ഒറ്റയ്ക്കാക്കിയിട്ട് അച്ഛൻ എവിടെ പോയി? ഗോസ് ഔട്ട് ഇൻ ടു ദ ജംഗിൾ. അച്ഛൻ കാട്ടിനുള്ളിലേക്ക് പോയി. വേർ ഡസ് ഹി ഗോ ആൻഡ് വൈ? എവിടേക്കാണ് അച്ഛൻ പോയിട്ടുണ്ടാവുക, എന്തുകൊണ്ടാണ് അച്ഛൻ പോയിട്ടുണ്ടാവുക, അപ്പൊ എന്ത് സംഭവിച്ചു അച്ഛന്, പിന്നെ ഈ മകൻ എന്ത് സംഭവിച്ചു, ഇതൊക്കെയാണ്. പിന്നെ ടൈഗർ, പിന്നെ ടണൽ, ഇങ്ങനെയൊക്കെയുള്ള കുറെ ദുരൂഹമായ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. Tempo, the boy, opened his eyes in the dark and wondered if his father was ready to leave the hut on his nighty errand. See, അപ്പൊ ടെമ്പു, ദ ബോയ്, ആ അച്ഛന്റെ മകന്റെ പേരാണ് ടെമ്പു. ഓപ്പൺഡ് ഹിസ് ഐസ് ഇൻ ദ ഡാർക്ക്, അതായത് ഇപ്പൊ രാത്രി സമയമാണെന്ന് മനസ്സിലാക്കാം. കണ്ണു തുറന്നു നോക്കി വണ്ടേർഡ്, അത്ഭുതപ്പെട്ടു. ഹിസ് ഫാദർ വാസ് റെഡി ടു ലീവ്. അച്ഛൻ എന്താണ്, പോവാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. There was no moon that night. അന്നത്തെ രാത്രിയിൽ ഒരു നിലാവെളിച്ചം ഒന്നും ഉണ്ടായിരുന്നില്ല. And deathly stillness of the surrounding jungle was broken only occasionally by the shrill cry of a cicada. Cicada means ചെറിയ പ്രാണിനെയാണ് പറയാം. നമ്മൾ ചീവീട് എന്ന് പറയില്ലേ, അതുപോലത്തെയുള്ള ചെറിയൊരു പ്രാണിയുടെ കരച്ചിലല്ലാതെ അല്ലെങ്കിൽ സൗണ്ട് അല്ലാതെ ആ കാട്ടിൽ മറ്റൊന്നിന്റെയും ശബ്ദമില്ല, വെളിച്ചമില്ല. ഇത്രയും ഡാർക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. Sometimes from far off came the hollow hammering of a woodpecker. woodpeckerന്റെ, അതായത് മരം കൊത്തിയുണ്ടല്ലോ, woodpeckerന്റെ ചെറിയൊരു ഹമ്മിങ് സൗണ്ട്, ഹോളോ സൗണ്ട് ഒരുപാട് ദൂരത്തുനിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. Carried along on a faint breeze. ചെറിയ കാറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ ആ കാറ്റിലൂടെയാണ് ഈ സൗണ്ട് വരുന്നതെന്നാണ് പറയുന്നത്. മീൻസ് അട്ടർ സൈലൻസ് ആണ്, വെളിച്ചവുമില്ല. അതാണ് ഇന്നത്തെ രാത്രിയുടെ കണ്ടീഷൻ. Or the grunt of a wild boar could be heard as he dug up a favorite root. But these sounds were rare, and the silence of the forest always returned to swallow them up. സൈലൻസ് ആണ്, ചെറിയ അവിടെ ഇവിടെയുള്ള കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങൾ ഒഴികെ, വല്ലപ്പോഴും വരുന്ന ശബ്ദങ്ങൾ ഒഴികെ കാട്ടിൽ അട്ടർ സൈലൻസ് ആണ്. ഓക്കെ. നോ മൂൺ ഓൾസോ, ഇരുട്ടുമാണ്. ഈ സമയത്താണ് നമ്മുടെ അച്ഛൻ, ടെമ്പുവിന്റെ അച്ഛൻ, പുറത്തു പോവാൻ ഒരുങ്ങുന്നത്. എവിടേക്കാവാം? ബാൽഡിയോ ദ വാച്ച്മാൻ വാസ് അവേ. അപ്പൊ ആരാണ് ബാൽഡിയോ? ടെമ്പുവിന്റെ അച്ഛനാണ് ബാൽഡിയോ. അദ്ദേഹം ആരാണ്? ദ വാച്ച്മാൻ, ഒരു വാച്ച്മാൻ ആണ് കേട്ടോ. അപ്പൊ എവിടുത്തെ വാച്ച്മാൻ ആണ് അറിയില്ല, നോക്കാം. He stretched himself slowly, unwinding the heavy shawl that covered him. ഓക്കെ, ആള് ഒരു ഷോള് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. രാത്രിയാണ്, തണുപ്പുണ്ടായിരിക്കും, കാടാണ്, സ്വാഭാവികമായിട്ട് നല്ല തണുപ്പുണ്ടായിരിക്കും. അപ്പൊ ഒരു ഷോൾ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടും ആള് ബോഡിയൊക്കെ സ്ട്രെച്ച് ചെയ്ത് ആള് പുറത്തേക്ക് പോവാൻ നിൽക്കണം.
It was close on midnight. അർദ്ധരാത്രി കഴിയാറായി തുടങ്ങിയിരിക്കുന്നു. And the chill air made him shiver. തണുത്ത കാറ്റടിക്കുന്നോണ്ടേ വിറയ്ക്കുന്നുണ്ടായിരുന്നു. The station, a small shack backed by heavy jungle, was a station in name only. അപ്പൊ ആള് പോകുന്നത് ഒരു സ്റ്റേഷനിലേക്കാണ്. അവിടെ എന്താണ്, കാടിന്റെ ഉള്ളിലുള്ള ഒരു സ്റ്റേഷനാണ്. സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പേര് മാത്രമേ ഉള്ളൂ. അവിടെ ആരും ബോർഡിംഗ് ചെയ്യാനോ അതിനകത്തേക്ക് കയറി പോവാനോ ഒന്നും ആരുമില്ല. പക്ഷെ എന്താണ്, ഈ സ്റ്റേഷൻ മറികടന്ന് വേണം ഈ ട്രെയിനിന് സിറ്റിയിലേക്ക് എത്താൻ. അപ്പോൾ ഈ സ്റ്റേഷനിൽ അവിടെ ഒരു ടണലുണ്ട്. ആ ടണൽ ക്ലിയർ ആണ് എന്നുള്ളത് സ്റ്റേഷൻ മാസ്റ്റർ, വാച്ച്മാൻ വെളിച്ചം കാണിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മുടെ ബാൽറ്റിയോന്റെ ജോലി. ഓക്കെ, ക്ലിയർ. For trains only stopped there. ട്രെയിൻ മാത്രമേ അവിടെ ജസ്റ്റ് ഒന്ന് നിർത്താറേ ഉള്ളൂ. If at all, for a few seconds before entering the deep cutting that led to the tunnel. ടണലിലേക്ക് കയറുന്നതിന് മുമ്പ് ചെറിയൊരു ടേണിംഗ് ഉണ്ട്, ചെറിയൊരു കട്ടിംഗ് ഉണ്ട്. ആ കട്ടിങ്ങിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപുള്ള ചെറിയൊരു സെക്കൻഡ് പോസിങ് മാത്രമേ ആ ട്രെയിനിന് അവിടെയുള്ളൂ. അല്ലാണ്ട് ആരും അതിനകത്തേക്ക് കയറാനോ ഇറങ്ങാനോ ഇല്ല. മോസ്റ്റ് ട്രെയിൻസ് merely slow down before taking the sharp curve before cutting. കട്ട് ചെയ്യുന്നതിന് മുമ്പ് പല ട്രെയിനുകളും എന്താണ്, നിർത്തുക പോലും ചെയ്യില്ല, ഒന്ന് സ്ലോ ആക്കിയിട്ട് അങ്ങനെ പോവാ ചെയ്യാം. പക്ഷേ ബാൽഡിയോന്റെ ഡ്യൂട്ടി എന്താണ്, അതിനകത്ത് ടണൽ ക്ലിയർ ആണ് എന്നുള്ളത് നമ്മുടെ ട്രെയിനിനെ അറിയിക്കണം, വിവരം അറിയിക്കണം, വിളക്ക് കാണിച്ച്, ലൈറ്റ് കാണിച്ചിട്ട്. Baldio was responsible for signaling whether or not the tunnel was clear of obstruction, and his manual signal stood before the entrance. Yes, ഇതാണ് നമ്മുടെ ബാൽഡിയോന്റെ ജോലി കേട്ടോ. ബാൽഡിയോ ആണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. ടണലിൽ യാതൊരു ഒബ്സ്ട്രക്കിൾസും തടസ്സങ്ങളും ഇല്ല എന്നുള്ളത് സിഗ്നൽ കാണിക്കുന്നത് ആരാണ്, ബാൽഡിയോ ആണ്. At night, it was his duty to see that the lamp was burning. അതേപോലെ തന്നെ ആ രാത്രിയിൽ at night, രാത്രിയിൽ it was his duty to see that. ആളുടെ ജോലി, മറ്റൊരു ജോലി കൂടിയുണ്ട്. എന്താണ്, ലാമ്പ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തൽ. അവിടെ ഒരു വിളക്കുണ്ട്, അത് കത്തുന്നുണ്ട് എന്നുള്ള ഉറപ്പുവരുത്തലും ബാൽഡിയോന്റെ ഡ്യൂട്ടിയാണ്. ആൻഡ് ദാറ്റ് ദ ഓവർലാൻഡ് മെയിൽ പാസ്ഡ് ത്രൂ സേഫ്ലി. എന്നാൽ മാത്രമേ നമ്മുടെ ട്രെയിനിന് അതിലൂടെ സേഫ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും. Shall I come to father? asked Tempu sleepily. മകൻ എന്താണ്, ടെമ്പു ഉറക്കത്തിലാണ്, 12 വയസ്സുകാരനാണ്. അവൻ എന്നാലും അച്ഛനടുത്ത് ചോദിക്കണം, ഞാനും കൂടെ വരണോ? അപ്പോൾ സ്റ്റിൽ ലേയിങ് ഇൻ എ ഹഡിൽ ഇൻ എ കോർണർ ഓഫ് ദ ഹട്ട്. ആ വീടിന്റെ കുടിലിന്റെ ഒരു കോർണറിൽ കിടക്കുന്ന മോന് ചോദിച്ചു, അച്ഛൻ ഞാനും വരണോ കൂടെ? നോ, ഇറ്റ്സ് കോൾഡ് ടു നൈറ്റ്, ഡു നോട്ട് ഗെറ്റ് അപ്പ്. വേണ്ട, നീ വരണ്ട, ഭയങ്കര തണുപ്പാണ് പുറത്ത്, നീ എഴുന്നേക്കേ വേണ്ട, കിടന്നോ എന്ന് പറഞ്ഞു. ഇനി ടെമ്പു who was 12 did not always sleep with his father at the station, for he had also to help in the home. എപ്പോഴും ഇനി മകൻ, 12 വയസ്സുകാരനായ ഈ മകൻ എപ്പോഴും ഉണ്ടാവില്ല, എപ്പോഴും അച്ഛൻ്റെ കൂടെ ഉണ്ടാവില്ല. കാരണം എന്താണ്, ഈ ഹാഡ് ഓൾസോ ടു ഹെൽപ്പ് ഇൻ ദ ഹോം. വീട്ടില് പലപ്പോഴും സഹായിക്കേണ്ടി വരാറുണ്ട്. വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്, where his mother and small sister were usually alone. അപ്പൊ വീട്ടിൽ ആരൊക്കെയോ ഉള്ളത്, അമ്മയും അതുപോലെ തന്നെ ചെറിയൊരു സിസ്റ്ററും മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പൊ അവരെയും കൂടെ എപ്പോഴും അവരെയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ ടെമ്പുവിന് പലപ്പോഴും അമ്മയുടെ അടുത്തും പോവേണ്ടതായിട്ടുണ്ട്. എപ്പോഴും അച്ഛൻ്റെ കൂടെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇനി എവിടെയാണ് ഈ അമ്മയും ചെറിയ സിസ്റ്ററും താമസിക്കുന്നത്? They lived in a small tribal village on the outskirts of the forest. ഫോറസ്റ്റിന്റെ ഉള്ളിൽ എവിടെയോ ഉള്ള ഒരു ട്രൈബൽ വില്ലേജിലാണ് ഈ പറയുന്ന അമ്മയും അനിയത്തിയും താമസിക്കുന്നത്. About 3 miles from the station. സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു 3 മൈൽസ് അപ്പുറത്താണ് ഇവർ താമസിക്കുന്നത്. Their small rice fields did not provide them with more than a bare living, and Baltio considered himself lucky to have got the job of Khalasi at the small wayside signal stop. അപ്പൊ ഇവർക്ക് ഒരു ചെറിയൊരു റൈസ് ഫീൽഡ് ഉണ്ട്, പാടമുണ്ട്. ആ പാടത്തു നിന്നുള്ള വരുമാനം അവർക്ക് വേണ്ടത്ര ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബാൽഡിയോ ഇങ്ങനെയൊരു ജോലി സ്വീകരിച്ചത്. അപ്പോൾ അതിൽ അവർ ഒരുപാട് ഹാപ്പിയാണ് താനും. ഓക്കെ. Still drowsy, Baltio
groped for his lamp in the darkness, then fumbled about in search of matches. അങ്ങനെ ബാൽഡി എന്ത് ചെയ്തു? വിളക്കെടുത്തു, പിന്നെ മാച്ചസ് തീപ്പെട്ടി എടുത്തിട്ട് അത് കത്തിക്കാൻ വേണ്ടി നോക്കുകയാണ്. When he had produced a light, he left the hut. അങ്ങനെ വിളക്ക് കത്തിച്ചിട്ട് ആള് വീട്ടിൽ നിന്നും പോയി. Close to the door behind him, അങ്ങനെ പുറത്തു നിന്ന് വാതിലൊക്കെ അടച്ചിട്ടാണ് പോകുന്നത്. Set off along the permanent way. സ്ഥിരമായിട്ട് പോകുന്ന വഴിയിലൂടെ തന്നെയാണ് പോകുന്നത്, അതുകൊണ്ട് പേടിയൊന്നുമില്ല. ചെമ്പു ഹാഡ് fallen asleep again. ചെമ്പു വീണ്ടും ഉറക്കത്തിലേക്ക് വീണു. കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇതിനകത്തുണ്ട്. Is prepared. ഓക്കെ, അതിന്റെ ആൻസറും ഓൾറെഡി ഉണ്ട്, ബുക്കിനകത്ത് തന്നെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ആദ്യം അതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന പോലെ അത് എന്താണ് ആൻസർ വരിക എന്നുള്ളതൊന്ന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സെക്ഷൻ 2 ഇതൊരു സ്റ്റോറിയാണ്, ഒരു വലിയൊരു കഥ പോലെയുള്ള സ്റ്റോറിയാണ്. 3 or 4 സെക്ഷൻസ് ഉണ്ട്. സോ സെക്ഷൻ 2 എന്ത് സംഭവിച്ചു നോക്കാം അല്ലെ. അച്ഛൻ രാത്രി ആ ഇരുട്ടിലൂടെ, സ്ഥിരമായിട്ട് പോകുന്ന വഴിയാണ്, ആ ഇരുട്ടിലൂടെ സ്റ്റേഷൻ മാസ്റ്റർ ആണ്, സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. At midnight, Baltio goes out of his hut into the thick forest. The jungle is full of dangerous animals, but Baltio has a job to do and it is important. Okay, രാത്രിയില് അർദ്ധരാത്രിയില് ബാൽഡിയോ പുറത്തു പോയി. ജംഗിൾ ഈസ് ഫുൾ ഓഫ് ഡേഞ്ചറസ് ആനിമൽസ്, കാട്ടിൽ ഫുൾ എന്താണ്, ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ബാൽഡിയോന്റെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബാൽഡിയോ wondered whether the lamp on the signal post was still alight. ബാൽഡിയോ ഇങ്ങനെ ചിന്തിക്കുകയാണ്, സിഗ്നൽ ലൈറ്റിന്റെ അവിടെ സിഗ്നൽ പോസ്റ്റിന്റെ അവിടെ ഞാനൊരു വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോഴും കത്തുന്നുണ്ടോ എന്തോ. ആളതിനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടാണ് പോകുന്നത്. Gathering his shawl closer about him, he stumbled on, sometimes along the rails, sometimes along the ballast. He longed to get back to his warm corner in the hut. ഓക്കെ, എന്തായാലും നല്ല ഇരുട്ടത്ത്, നല്ല തണുപ്പത്ത് അദ്ദേഹം ഷോളൊക്കെ കവർ ചെയ്തിട്ട് എവിടെ പോവാണ്? കാട്ടിനുള്ളിലേക്ക് പോവാണ്. ഒരു എക്സ്പ്ലനേഷൻ ആണ് കൊടുക്കുന്നത്, നത്തിങ്. The earnings of the place was increased by the neighboring hills which overhung the main line threateningly. ആൾക്കൊരു തൊട്ടടുത്തുള്ള ഒരു കുന്ന് കടന്നിട്ട്, ഒരു മല കടന്നിട്ട് വേണം, അത് ചാടി കടന്നിട്ട് വേണം ഈ പറയുന്ന സ്റ്റേഷനിലേക്ക് എത്താൻ. On entering the cutting with its sheer rock walls towering high above the rails, Baltio could not help thinking about the wild animals he might encounter. അപ്പൊ ഈ മലയും കുന്നൊക്കെ കടന്നിങ്ങനെ പോകുന്ന സമയത്ത് ബാൽഡിയോ ഒരിക്കലും ഈ വൈൽഡ് ആനിമൽസിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാ പറയുന്നത്. He had heard many tales of the famous tunnel tiger. ആൾ ഒരുപാട് ഈ ടണലിനകത്തൊരു ടൈഗർ ഉണ്ടെന്നും, മാൻ ഈറ്റർ ടൈഗർ ഉണ്ടെന്നും എന്നുള്ള കഥകൾ ആൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും, വിച്ച് വാസ് സപ്പോസ്ഡ് ടു ഫ്രീക്വന്റ് ദി സ്പോട്ട്, അവരുടെ ആ സ്പോട്ടിൽ പലപ്പോഴും അങ്ങനെ ഒരു ടൈഗർ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും, he hardly believed these stories, for ആൾ ആ സ്റ്റോറി വിശ്വസിച്ചിരുന്നില്ല. കാരണം സിൻസ് his arrival at this place a month ago, ഒരു മാസം മുമ്പാണ് ആൾ ഈ സ്ഥലത്തേക്ക് വന്നത്, he had not seen or even heard a tiger. ആൾ അങ്ങനെ ഒരു ടൈഗറിനെ കുറിച്ച് കേൾക്കുകയോ അല്ലെങ്കിൽ കാണുകയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ ആൾ അതിനെ കുറിച്ച് വിശ്വസിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. Okay, 1 minute. There had of course there had been panthers, and only a few days ago the villagers had killed one with their spears and axes. Okay, അവിടെ പാന്തേഴ്സ് ഉണ്ട്. പാന്തേഴ്സ് മീൻസ് ഈ കരിമ്പുലി ഉണ്ടല്ലോ. പാന്തേഴ്സിനെ ഈ അവിടെയുള്ള വില്ലേജേഴ്സ് അവരുടെ ആക്സ്, സ്പിയേഴ്സ് ഒക്കെ വെച്ചിട്ട് കൊന്നിട്ടുണ്ടായിരുന്നു. Baltio had occasionally heard the sawing of a panther calling to its mate. അപ്പം ഈ പാന്തേഴ്സിന്റെ സൗണ്ട് ഇടയ്ക്കൊക്കെ ബാൽഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ദേ ഹാഡ് നോട്ട് കം നിയർ ദ ടണൽ ഓർ ഷെഡ്. അവരൊരിക്കലും ഈ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ ഈ ടണലിലേക്കോ വരാറുണ്ടായിരുന്നില്ല. ബാൽഡിയോ വാക്ക്ഡ് കോൺഫിഡന്റ്ലി ഫോർ ബീയിങ് എ ട്രൈബൽ ഹിംസെൽഫ്. ആളൊരു ട്രൈബൽ ആയതുകൊണ്ട് തന്നെ ആൾക്കൊരു പേടിയും ഉണ്ടായിരുന്നില്ല. ആൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. He was used to the jungle and its ways. ഈ വഴിയിലൂടെ തന്നെയാണ് ആൾ സ്ഥിരമായിട്ട് കാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. സോ
He doesn't have any fear. Like his forefathers, he carried a small axe. ആളുടെ പൂർവികരെ പോലെ, ഫോർ ഫാദേഴ്സ് മീൻസ് പൂർവികരെ പോലെ തന്നെ ആളുടെ കയ്യിലും ഒരു ചെറിയ ആക്സ് ഉണ്ടായിരുന്നു. ഫ്രിജൈൽ ടു ലുക്ക്, കാണാൻ വലിയ ഒരു ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രിജൈൽ, തരം വിചിത്രമായ ഒരു ആക്സ് ആയിരുന്നു. ബട്ട് ഡെഡ്ലി വെൻ ഇൻ യൂസ്, പക്ഷെ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. ഇത്രയും ഷാർപ്പായിട്ടുള്ള ഒരു ആക്സ് അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്നു. He prided himself in his skill in wielding it against wild animals. വൈൽഡ് ആനിമൽസിനെതിരായിട്ട് ആൾക്കത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള സ്കിൽ ആൾക്കുള്ളത് കൊണ്ട് തന്നെ ആൾ അതിൽ അഭിമാനിച്ചിരുന്നു. He had killed a young boar with it once and the family had feasted on the flesh for 3 days. പണ്ട് ഒരു കാട്ടുപന്നീനെ, യങ് ആയിട്ടുള്ള കാട്ടുപന്നീനെ കൊന്ന് 3 ദിവസത്തോളം ഫാമിലിയൊക്കെ അതിനെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത്. The axe head of pure steel, thin but ringing through like a bell, had been made by his father over a charcoal fire. ആക്സിനെ കുറിച്ചാ പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ അച്ഛൻ ഉണ്ടാക്കിയ ചാർക്കോൾ ഫയറിൽ വെച്ചിട്ട് ഉണ്ടാക്കിയ പിന്നെ ആക്സ് ആയിരുന്നു. ദിസ് ആക്സ് വാസ് പാർട്ട് ഓഫ് ഹിംസെൽഫ്. ഈ ആക്സ് എപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ബോഡി പാർട്ട് പോലെ, ലൈഫ് പാർട്ട് പോലെ എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു, ഉണ്ട്. And wherever he went, എവിടേക്ക് ആൾ പോയാലും, be it to the local market 7 miles away or to a tribal dance, axe was always in his hand. ഒരു ലോക്കൽ മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ ട്രൈബൽ ഡാൻസ് കാണാനോ എവിടേക്ക് പോവുകയാണെങ്കിലും ഈ കത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും, ഈ ആക്സ് എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവുമായിരുന്നു. Occasionally an official who had come to the station had offered him good money for the weapon. ഒരിക്കലും ഒഫീഷ്യലായിട്ട് സ്റ്റേഷനിലേക്ക് ആരോ വന്ന സമയത്ത് ഈ ആക്സിന് നല്ലൊരു എമൗണ്ട് വില പറഞ്ഞു. ബട്ട് ബൽഡിയോ ഹാഡ് നോ ഇന്റൻഷൻ ഓഫ് പാർട്ടിങ് വിത്ത് ഇറ്റ്. ഇത് സെയിൽ ചെയ്യാൻ, അത് വേറൊരാൾക്ക് കൊടുക്കാനുള്ള യാതൊരു താല്പര്യവും ബാൽഡിയോക്ക് ഉണ്ടായിരുന്നില്ല. ആളത് കൊടുത്തിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന ആക്സ് ആയിരുന്നു അത്. ജീവിതത്തിന്റെ ഒരു ഭാഗം പോലെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നതായിരുന്നു. The cutting curved sharply, and in the darkness, the black entrance to the tunnel looked up menacingly. The signal light was out. അപ്പോൾ അങ്ങനെ സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ സിഗ്നൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആയിരുന്നു. Baldio set to work to hold the lamp down its by its chain. ഓക്കെ, അങ്ങനെ അത് ഒന്നും കൂടെ ലാമ്പ് ഒന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട്, കണ്ടിട്ടില്ലേ നിങ്ങൾ ഇങ്ങനെ ചെയിന് വലിച്ച് കത്തിക്കുന്ന ഒരു ലാമ്പ്, ആ ടൈപ്പുള്ള ലാമ്പായിരുന്നു. അപ്പൊ അത് ചെയിന് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കത്തിക്കാൻ വേണ്ടിയിട്ട്. If the oil had finished, he would have to return to the hut for more. ഈ ഓയിൽ കഴിഞ്ഞതാണെങ്കിൽ ആൾക്ക് തിരിച്ച് എവിടെ പോകണം, കുടിലേക്ക് പോകേണ്ട വരുമായിരുന്നു. അപ്പോൾ the mail train was due in 5 minutes. എന്തായാലും വരുന്ന ട്രെയിൻ 5 മിനിറ്റ് ലേറ്റ്. അപ്പൊ അതിന്റെ ഉള്ളിൽ ആൾക്ക് വെളിച്ചം കത്തിച്ചാൽ മതി, ലാമ്പ് കണക്ട് ചെയ്താൽ മതി. Once more he fumbled for his matches. ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ തീപ്പെട്ടിയൊക്കെ കത്തിച്ച് ട്രൈ ചെയ്തു. Then suddenly he stood still and listened. പെട്ടെന്ന് എണീറ്റ് നിന്ന് എന്തോ കേൾക്കുന്ന പോലെ. The frightened cry of a barking deer followed by a crashing sound in the undergrowth made Baldio hurry. എന്താ കേട്ടത്? അതായത് ഒരു മാനിന്റെ ബാർക്കിംഗ് ഡിയർ, മാൻ പേടിച്ച് കരയുന്ന ഒരു സൗണ്ട്. പിന്നെ അത് ഫോളോ ചെയ്യുന്ന എന്താണ്? ഗ്രൗണ്ടിലുള്ള ചവിട്ട്, അത് ക്രാഷിംഗ് സൗണ്ട്, പുല്ലും ഇതൊക്കെ ഇങ്ങനെ ചതഞ്ഞരയുന്ന, അതായത് ആരൊക്കെയോ ഇങ്ങനെ കാട്ടിലൂടെ ഓടുമ്പോഴുണ്ടാവുന്ന സൗണ്ട് ഉണ്ടല്ലോ. ഇതൊക്കെ കേട്ടപ്പോ ബാൽഡിയോ സ്പീഡപ്പ് ആക്കി. There was still a little oil in the lamp. ലാമ്പിൽ കുറച്ച് ഓയിൽ ഉണ്ടായിരുന്നു. And after an instant's hesitation, he lit the lamp again and hoisted it into position. അങ്ങനെ ലാമ്പിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് അത് കത്തിച്ചു. Having done this, he walked quickly down the tunnel. ടണലിലേക്ക്, ഈ ലാമ്പും കൊണ്ട് ടണലിലേക്ക് പോകണം. അവിടെ ഒബ്സ്ട്രക്കിൾസ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അപ്പൊ he quickly walked down the tunnel, swinging his own lamp so that the shadows slipped up and down the soot stained wall. അതായത് ഈ ലാമ്പും കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുവാണ്.
അപ്പൊ അതിങ്ങനെ സ്വിങ് ചെയ്യും, ഇങ്ങനെ ആടും. അപ്പൊ ആ ആട്ടത്തില് ആ വാളിന്റെ അവിടെ ഇങ്ങനെ നിഴല് കാണിക്കും എന്നൊക്കെയാണ് പറയുന്നത്. And having made sure that the line was clear, അവിടെ യാതൊരു ഒബ്സ്റ്റക്കിൾസും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. He returned to the entrance and sat down to wait for the mail train. ഓക്കെ, എല്ലാം ഉറപ്പുവരുത്തി, അവിടെ ഒന്നും ഇല്ലെന്ന് മനസ്സിലായി. തിരിച്ച് മെയിൽ ട്രെയിൻ വെയിറ്റ് ചെയ്ത ആള് എൻട്രൻസിന്റെ അവിടെ വന്നിരിക്കുകയായിരുന്നു. ട്രെയിൻ 5 minutes ലേറ്റ് ആണ്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ട്രെയിൻ വാസ് ലേറ്റ്. സിറ്റിംഗ് ഹഡിൽ അപ്പ്, ഓൾമോസ്റ്റ് ഡോസിങ്. തണുപ്പുണ്ട്, ഡോസിങ് മീൻസ് തണുപ്പുണ്ട്. He soon forgot his surroundings and began to nod. ആള് ചുറ്റുപാടുകളൊക്കെ മറന്നു, അറിയാതെ ഇങ്ങനെ ഒരു മയക്കത്തിലേക്ക് ഇങ്ങനെ പോയി. നോഡിങ് മീൻസ് തലയാട്ടില്, അല്ലെങ്കിൽ ഒരു ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോയി. ബാക്ക് ഇൻ ദ ഹാർട്ട്, ദ ട്രംപ്ലിംഗ് ഓഫ് ദ ഗ്രൗണ്ട് told of the approach of the train, and a low, distant rumble woke the boy, who sat up, rubbing the sleep from his eyes. അപ്പോൾ ദൂരെ നിന്നും ട്രെയിന് വരുന്ന സൗണ്ട് കേട്ടുകൊണ്ട് തന്നെ ഗ്രൗണ്ടിലൊക്കെ ഒരു ചെറിയൊരു വിറയില്, ഒരു ഷിവറിങ്, ഒരു ട്രംപ്ലിംഗ്, ഷിവറിങ് ഉണ്ടായിരുന്നു. മീൻസ് അറിയാലോ, ട്രെയിന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻ. അപ്പൊ നമ്മുടെ ബോയ് ഉറങ്ങായിരുന്നു. ഈ സൗണ്ട് കേട്ട് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. റബ്ബിങ് ദ സെറ്റപ്പ്, റബ്ബിങ് ദ സ്ലീപ്പ് ഫ്രം ഹിസ് ഐസ്. ഒക്കെ കണ്ണെന്നിങ്ങനെ അങ്ങനെ തിരുമ്മിയിട്ട് എണീറ്റു. Father, it's time to light the lamp, he mumbled. ആളിങ്ങനെ ഇങ്ങനെ മമ്പിൾഡ് മീൻസ് ഇങ്ങനെ പതുക്കെ പറഞ്ഞു, അച്ഛ വിളക്ക് കത്തിക്കേണ്ട സമയമായില്ലേ. ആൻഡ് ദെൻ റിയലൈസിങ് ദാറ്റ് ഹിസ് ഫാദർ ഹാഡ് ബീൻ ഗോൺ സം ടൈം. അങ്ങനെ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ അച്ഛൻ അവിടെ ഇല്ല, അച്ഛൻ ഓൾറെഡി പോയിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. He lay down again. വീണ്ടും കുറച്ചു നേരം കൂടെ അവിടെ കിടന്നു. But he was wide awake now. പിന്നെ ആൾക്ക് ഉറക്കം വന്നില്ല, വെറുതെ ഇങ്ങനെ കണ്ണ് തുറന്ന് കിടന്നു. Waiting for the train to pass. ആ ട്രെയിൻ അങ്ങ് പാസ്സായി കഴിഞ്ഞാൽ, പോയി കഴിഞ്ഞാൽ അച്ഛനെ തിരിച്ചു വരും. സോ അതിന് വെയിറ്റ് ചെയ്തിരുന്നു. വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദേഴ്സ് റിട്ടേണിംഗ് ഫോർസ്റ്റെപ്സ്. അച്ഛൻ തിരിച്ചു വരുന്നതും കാത്ത് മകൻ അവിടെ കിടന്നുറങ്ങി. വീണ്ടും കിടന്നു, ഉറങ്ങിയില്ല, വീണ്ടും കിടന്നു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സെക്ഷനും അവിടെ അവസാനിച്ചു. ചെറിയൊരു ഭയത്തോടു കൂടിയാണ് രണ്ടാമത്തെ സെക്ഷൻ അവസാനിക്കുന്നത്. കാരണം എന്താണ്, രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ പറയുന്നുണ്ട് ഡിയറിന്റെ ബാർക്കിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ട്, അതുപോലെ ക്രാഷിംഗ് സൗണ്ട് ഉണ്ട്. പിന്നെ വിളക്കൊക്കെ കത്തിച്ചു. വിളക്കിൽ ഓയിൽ വളരെ കുറവാണ്, എന്നിരുന്നാലും വിളക്കൊക്കെ കത്തിച്ചു. ഇങ്ങനെയുള്ള ചെറിയൊരു നെഗറ്റീവ് സീൻ അവിടെ കിടപ്പുണ്ട്. എന്നാലും അച്ഛൻ, നമ്മുടെ ഈ വാച്ച്മാൻ ബാൽഡിയോ വളരെ പവർഫുൾ ആണ്, കോൺഫിഡന്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ഓൾറെഡി അവിടെ അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിന് കൊടുത്ത ആക്സിനെ കുറിച്ചും മറ്റുമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന അദ്ദേഹത്തിന്റെ ധൈര്യം തന്നെയാണ്. ബാൽഡിയോ finds himself in a dangerous situation. How does he deal it? ബാൽഡിയോക്ക് മനസ്സിലായി എന്തോ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് ഇപ്പോ. അതെന്താണ് നമുക്കറിയില്ല, അതെങ്ങനെ ഡീൽ ചെയ്യുന്നു നമുക്കറിയില്ല. നോക്കാം. A low grunt resounded from the top of the cutting. In a second, Baldio was awake. All his senses alert. Only a tiger could emit such a sound. എന്തോ ഒരു സൗണ്ട് കേട്ടു, ഒരു ഗ്രണ്ട്, മുരൾച്ചയുടെ സൗണ്ട്. ബാൽഡിയെ പെട്ടെന്ന് ഉണർന്നു. ബാൽഡിക്ക് മനസ്സിലായി ഒരു ടൈഗറിന് മാത്രമേ അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കാൻ പറ്റൂ. There was no shelter for ബാൽഡി. ബാൽഡിയക്ക് സേഫ് ആക്കാൻ യാതൊരു ഷെൽട്ടറും അവിടെ ഉണ്ടായിരുന്നില്ല. But he grasped his axe firmly and tensed his body, trying to make out the direction from which the animal was approaching. ഓക്കെ, അപ്പോ ആള് പിന്നെ ടൈഗറിനെ നേരിടാൻ തന്നെ തയ്യാറായിക്കൊണ്ട് ആക്സ് ഒക്കെ കയ്യിലെടുത്ത് റെഡി ആയിക്കൊണ്ടിരുന്നു. For some time there was only silence. പിന്നെ കുറച്ചു നേരത്തേക്ക് അവിടെ ഭയങ്കര സൈലൻസ് ആയിരുന്നു. Even the usual jungle noises seemed to have ceased altogether. Even സാധാരണയുള്ള കാട്ടിലുള്ള സൗണ്ടുകൾ പോലും ഇല്ലാതെയായി. Then the thump and the rattle of the small stones announced that the tiger had sprung into the cutting. Okay, ചെറിയ കല്ലുകൾ ഉണ്ടാവുന്ന മുരൾച്ചയുടെ ഒരു സൗണ്ട് ഉണ്ടല്ലോ. ഈ അങ്ങനെ കല്ലിലൊക്കെ ചവിട്ടുമ്പോൾ വരുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ. ആ സൗണ്ടിൽ നിന്നും ബാൽഡിയോ മനസ്സിലാക്കി അവിടെ ആര് വരുന്നുണ്ട്, ടൈഗർ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. Baldio, listening as he had never listened before, wondered if it was making for the tunnel or the opposite direction, the direction of the hut in which Tembu would be laying unprotected. അപ്പൊ അച്ഛൻ ചിന്തിക്കുന്ന രണ്ട് കാര്യമാണ്, ബാൽഡിയോ ചിന്തിക്കുന്ന രണ്ട് കാര്യമാണ്. ഒന്നുകിൽ ഈ ടണലിലേക്കാണോ വരുന്നത്, സ്റ്റേഷനിലേക്കാണോ വരുന്നത്,
അല്ലെങ്കിൽ തന്റെ മകൻ ഒറ്റയ്ക്ക് കിടക്കുന്ന ആ വീടിന്റെ ആ ഭാഗത്തേക്കാണോ ടൈഗർ വരുന്നു എന്നുള്ളത് കൺഫേം ആയി. പക്ഷെ ഏത് സൈഡിലേക്കാണ് എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി ഡിഡ് നോട്ട് ഹാവ് ടു വണ്ടർ ഫോർ ലോങ്. ഒരുപാട് സമയമൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കേണ്ടി വന്നില്ല. ബിഫോർ എ മിനിറ്റ് ഹാഡ് പാസ്ഡ് he had out the huge body of the tiger trotting steadily towards him. ഒരു മിനിറ്റ് ആയപ്പോഴത്തേക്ക് തന്നെ ഈ പറയുന്ന നേരിട്ട് പിന്നെ ടൈഗർ ഇദ്ദേഹത്തിന്റെ നേരെ വരുന്നത് കണ്ടു. Its eyes shone a brilliant green in the light from the signal lamp. സിഗ്നൽ ലാമ്പിലെ വെളിച്ചത്തിൽ നിന്നും ഇദ്ദേഹത്തിന്റെ ഈ നമ്മുടെ ടൈഗറിന്റെ പച്ചക്കണ്ണുകളുണ്ട്, അതിങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു. Flight was useless. For in the dark, the tiger would be more sure-footed than Baltio and would soon be upon him from behind. Definitely, ബാൽഡിയോക്ക് അറിയാം തന്നെക്കാട്ടിലും ശക്തിമാനാണ് ടൈഗർ എന്നുള്ളത്. ഈ ഫൈറ്റ് ചെയ്യുന്നത് അത് യൂസ്ലെസ് ആണ്, ഒരു കാര്യമില്ല എന്നുള്ളതൊക്കെ ആർക്കറിയാം? ബാൽഡിയോക്ക് അറിയാം. എന്നിരുന്നാലും ഇദ്ദേഹത്തിന് തോറ്റുകൊടുക്കാൻ പറ്റില്ലല്ലോ. Baldio stood with his back to the signal post, motionless, staring at the great brute moving rapidly towards him. Okay. ബാൽഡിയോ സിഗ്നൽ പോസ്റ്റിന്റെ ബാക്കിൽ ഇങ്ങനെ അനങ്ങാതെ നിന്നു. അങ്ങാണ്ട് തന്നെ കണ്ടിട്ടില്ലെങ്കിലോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. എന്നാലും കയ്യിൽ സേഫ് ആയിട്ട് ആക്സ് പിടിക്കുകയും ചെയ്തു. The tiger used to the ways of men, for it had been preying on them for years. ഈ ഒരു സിഗ്നൽ പോസ്റ്റ് മാത്രമേ അവിടെ ഒരു മറയായിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റേഷൻ മാസ്റ്റർമാരെ വർഷങ്ങളായിട്ട് ഇതുപോലെ വേട്ടയാടിയിട്ടുള്ള ടൈഗറിന് ഈ വഴി വളരെ പരിചിതമായിരുന്നു. യൂസ്ഡ് ടു ദ വേസ് ഓഫ് മെൻ. ഈ സ്റ്റേഷൻ മാസ്റ്റേഴ്സ്, ഈ ആളുകൾ ചെയ്യുന്ന ഈ രീതി വളരെ പരിചിതമായിരുന്നു. Came on fearlessly and with a quick run and a snarl struck out with its right paw, expecting to bowl over this puny man who dared stand in the way. അപ്പം അതുകൊണ്ട് തന്നെ ടൈഗറിന് യാതൊരുവിധ സംശയമോ പേടിയോ ഇല്ലാതെ ടൈഗർ മുന്നോട്ട് വന്നു. However, Baldio was ready. Baldio എന്ത് തന്നെ വന്നാലും നേരിടാൻ തീരുമാനിച്ചു നിന്നു. With a marvelously agile leap, he avoided the paw and brought his axe down on the animal's shoulder. Anyway, കയ്യിലൊരു ആക്സ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഈ ആനിമലിന്റെ ഷോൾഡറിലൊരു പൊട്ട് കൊടുത്തു. The tiger gave a roar and attempted to close in. ടൈഗർ ഭയങ്കരമായിട്ട് റോർ ചെയ്തു, മുരണ്ടു. Again, Baldio drew his axe, which caught the tiger on the shoulder. വീണ്ടും ടൈഗറിന്റെ ഷോൾഡറിൽ ഒരു കൊത്തുകൂടെ കൊടുത്തു. Almost severing the leg. Sorry, ഷോൾഡറിലല്ല, കാലിലായിരുന്നു കേട്ടോ. കാലിൽ അത് വല്ലാണ്ട് ബാധിച്ചു. To make matters worse, the axe remained stuck in the bone. കാര്യങ്ങളൊക്കെ വഷളായത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സ് ടൈഗറിന്റെ ബോണിൽ സ്റ്റക്കായി. ആക്സ് തിരിച്ച് കിട്ടിയില്ല ബാൽഡിയോക്ക്. ബാൽഡിയോ വാസ് ലെഫ്റ്റ് വിത്തൗട്ട് എ വെപ്പൺ. അങ്ങനെ ബാൽഡിയോക്ക് ആയുധമില്ലാത്ത ഒരാളായി മാറി. ടൈഗർ, roaring with pain, now sprang upon Baldio, bringing him down and then tearing at his broken body. ഭയങ്കരമായിട്ട് മുരണ്ടുകൊണ്ട് ടൈഗർ ബാൽഡിയോന്റെ നേരെ വന്നു. ഇറ്റ് വാസ് ഓൾ ഓവർ ഇൻ എ ഷാർപ്പ് ഫ്യൂ മിനിറ്റ്സ്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞിരുന്നു. ബാൽഡിയോ വാസ് കോൺഷ്യസ് only of a searing pain down his back. ബാൽഡിയോക്ക് ബോധമുണ്ടായിരുന്നു, വാസ് കോൺഷ്യസ് ആയിരുന്നു. എപ്പോഴായിരുന്നു? ബാക്കിൽ ഒരു പെയിന് വന്നതേ ഓർമ്മയുള്ളൂ. Then there was blackness and the night closed in on him forever. അയാളുടെ ആ ദിവസം, ആ രാത്രിയോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതം എന്നേക്കുമായി ക്ലോസ് ആയി, ബ്ലാക്ക് ആയി. ഇൻ ദ സെൻസ് ഹി ഡൈഡ്. Okay, Baldio. So we have one more session, the last session. Okay, that I'll give you on next video. Thank you.